ഹേയ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. സോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണം. നമുക്ക് കളി തുടങ്ങാം. നമുക്ക് ഈസി മതി ഗൈസ്. ഗ്രാനി വേണോ ഗ്രാൻഡ് പെൻ വേണോ? ഗ്രാനിട്ട് പോകാം ഗൈസ്. സോ പോകാം. ഡേ 1. ഓക്കെ, അപ്പം എഴുന്നേൽക്കുന്നു. സോ നമ്മളാണ് പോകുന്നു. സോ ഗൈസ്, കളി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നണു. ഓടിപ്പോകാം. അമ്മച്ചി ഇപ്പോൾ വരും ഗൈസ്. അമ്മച്ചി ആണെങ്കിൽ അവിടെ ഒരു മണി അടിക്കുന്ന ഒച്ച കേട്ടു. ഇത്തവണ എന്തായാലും വരും ഗൈസ്, എനിക്ക് ഉറപ്പാണ്. അമ്മച്ചി വരൂ. പൊന്നമ്മച്ചി ചട്ടപ്പെട്ട. ഓ ഗൈസ് വന്നു ഗൈസ്. തള്ളേ പോയി ഗൈസ്, തള്ളച്ചി പോയിട്ടുണ്ട്. സോ ഗൈസ്, ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഫോൺ എൻ്റെ ജസ്റ്റ് ഒന്ന് ലാഗ് അടിച്ചു. എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നമ്മുടെ ഹാൻഡ് വീലൊക്കെ കണ്ടുകൂടി ഇരിപ്പുണ്ട്. ഞാൻ കാത്തോളൂ നിൽക്കും. നമ്മളിന്ന് എസ്കേപ്പ് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. ഇന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നത് ഹെലികോപ്റ്ററാണ്. സോ ഈ പടമൊക്കെ ആവശ്യം ഉണ്ട്. സോ അമ്മച്ചി വരുവാണെങ്കിൽ വരും ഗൈസ് തൊള്ള. അതിന് മുന്നേ ഇതൊക്കെ തുറന്ന് വെച്ചേക്കാം. ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അമ്മച്ചിപ്പം സ്മേലുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവേ. അമ്മച്ചിപ്പോൾ താഴോട്ട് വരും ഗൈസ്. അമ്മച്ചി എങ്ങാനും വന്ന പണി പാടി. എനിക്ക് ഉറപ്പാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. പയ്യാണെങ്കിൽ പയ്യെ ഇറങ്ങി വരുന്നുണ്ട്. നോട്ടാണ് അമ്മച്ചി വേണ്ട ഗൈസ്. അമ്മച്ചി കണ്ടു ഗൈസ്. ഗൈസ്, നമുക്ക് സാധനം കിട്ടി വെച്ചാനെ. ഇനി ഒരു സാധനത്തിനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മച്ചി ഇങ്ങ് പോരട്ടെ. അമ്മച്ചി എങ്ങോട്ടാ? ഇവിടെ തന്നെ ഇപ്പട്ടെ. അത്രേ ഉള്ളു മച്ചാനെ. അമ്മച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനിയാണ് ഈ ടാസ്ക്. നമുക്ക് ഓരോ പടങ്ങളും മേളിൽ കയറ്റുന്നുണ്ട്. പയ്യെ സാധനങ്ങൾ മേളിൽ കയറ്റാം. മേളൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. ഹെലികോപ്റ്റർ മാറി കിട്ടി. സെറ്റ് പോട്ടെ. ഗുമ്മാണി. അത് തന്നെ അമ്മച്ചൊക്കെ ഇനി അങ്ങ് തോട്ടിൽ. ഒന്നും പേടിക്കണ്ട, ആരും ഒന്നിനെയും പേടിക്കണ്ട. എൻ്റെ അച്ഛൻ താഴെ പോയി. ഞാൻ അതിനേക്കാളും വലിയ പട്ടി ഷോ.
തന്നെ പട്ടി ഷോ വേണ്ട, പവർ വരട്ടെ. സെക്യൂരിറ്റിക്ക് ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇവൻ ഞണ്ടി നടക്കുന്നേ. ഇവൻ എന്നെ പട്ടി ഷോ ഗ്യാസോലും കിട്ടിയോ? വണ്ടി കേട്ടോ. ഈ സാധനമൊക്കെ തുറന്നു വെച്ചു. ബയോ ഗ്യാസോലും കിട്ടി. ചേട്ടേ ഗ്യാസോലും കൂടെ ഓടിക്കൊണ്ടേ കയറ്റിക്കാൻ ചേട്ടാ. അങ്ങ് പോക്കോടി. എൻ്റെ പൊന്നു മോനെ, ഇത് എന്നാണ് ഇത്? എന്നാ ഏർപ്പാടാണ് മച്ചാനെ. ഈ സാധനം ഇത് തുറന്നു. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഇനി ഇതിൻ്റെ അകത്തോട്ടൊക്കെ പോകും. അതിൻ്റെ അകത്ത് തന്നെ ചൈനീസ് ഉണ്ടല്ലോ. ഇതൊക്കെ നല്ലൊരു കാര്യമാണ്. അമ്മച്ചി എഴുന്നേറ്റും തോന്നി. ശബ്ദം ഉണ്ടാക്കാം. അത്യാവശ്യം എനിക്ക് സെൻസിറ്റിവിറ്റി സെറ്റപ്പ് ആകുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ ഓഫ് ചെയ്തിട്ട് സെൻസിറ്റിവിറ്റി ഒന്ന് സെറ്റപ്പ് ആക്കാനായിട്ട് നോക്കി. ഇത് ഓക്കെ. കേസ് നമ്മളാണ് ഒന്നാമത് കുറഞ്ഞ ഫോണും കൂടെ. അതുകൊണ്ട് ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ലാഗ് അടിക്കും. അമ്മച്ചി ഒന്ന് വരുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഹെലികോപ്റ്ററിന് വേണ്ട 3 സാധനങ്ങൾ നമ്മളങ്ങനെ മേളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അമ്മച്ചിനെ ഒന്നുകൂടെ അടിച്ചിട്ട് വേണം അതിന് ബാക്കി സാധനങ്ങളും കൂടെ ഒന്ന് മേളിൽ കയറ്റാനായിട്ട്. 2 പടം കിട്ടിയിട്ടുണ്ട്. 2 പടമാണ് നമ്മൾ കഷ്ടപ്പെട്ട് മേളിൽ കയറ്റിയിട്ടുണ്ട്. അമ്മച്ചി വരുവാണെങ്കിൽ പടങ്ങളെല്ലാം സെറ്റപ്പാക്കി പവറാക്കാം. പക്ഷെ ഇതുവരെ അമ്മച്ചി വന്നിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ. ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ പഠിക്കും. അമ്മച്ചി ഏതോ വെള്ളമൊക്കെ ആണെങ്കിൽ സൗണ്ട്, മറ്റേ ഇതാളുടെ അവിടുത്തെ വെള്ളമൊക്കെ ആണെങ്കിൽ സൗണ്ടൊക്കെ നമ്മൾ കേട്ടു. അമ്മച്ചി ഇങ്ങ് പോരേ. അമ്മച്ചി ഓടി വായോ. ചായയും പപ്സും തരണ്ടേ അമ്മച്ചി? ഇപ്പം ശരി എന്നാ, പിന്നെ എല്ലാം കാണാം. ചേട്ടാ ഇനിയും കുറേ സാധനങ്ങളുണ്ട്. ഓടിപ്പോവാം. ഹെലികോപ്റ്റർ മാനുകളൊക്കെ നമ്മുടെ അടുത്ത് പവറാക്കി വെച്ചേക്കണം. അതുകൊണ്ട് ഗ്ലാസ് വ്യൂസ് ഒക്കെ അവിടെ ഉണ്ട്. മറ്റേ പടം ഞാൻ ഇവിടെ കണ്ടായിരുന്നു മുമ്പേ. ഇതേണ്ടേ നമ്മളിതൊക്കെ നോക്കി വെക്കണം ഗൈസ്. ഒരു വളവും തിരിവും കണ്ട അന്നേരം വളക്ക് സ്ഥലം നോക്കി വെച്ചിട്ട് ഓടി വായോ. ഓടടാ ഓടാ. മോനെ ഒന്ന് പെട്ടെന്ന് മേലെ കയറും. ഓക്കെ കഴിഞ്ഞു. പോയില്ല. ഈ പെട്ടിയൊക്കെ നമ്മൾ തുറന്നു നോക്കിയതാണ്. ശരിയാണ്, വെറുതെ സമയം പോയി. ഓടാൻ വീണ്ടും നമ്മുടെ ഓട്ടം തുടങ്ങുന്നു. താഴെ പോയി ഒന്നുകൂടെ ഗ്ലാസ് വ്യൂസ് എടുത്തുകൊണ്ട് വരാം. ഗ്ലാസ് വ്യൂസ് ഫോസ് വായോ. ഓടാം ചാടാം, ഫോസ് എടുക്കാം, ഓടാം. പടം പോയി. എൻ്റെ മുന്നേ പടമേ, നീയും കൂടെ പോയല്ലേ. ഓക്കെ മേളിൽ കയറുക. അങ്ങനെ ഗ്ലാസ് എൻ്റെ പൊന്നെ, ഇങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മച്ചി ഒന്ന് അടിച്ചിട്ട് പോകും. നമ്മളെ പെണ്ണ് കുട്ടപ്പനെ ഇങ്ങ് വിളിച്ചാട്ടെ. അമ്മച്ചിയുടെ സമയമായി. 2 മിനിറ്റായി ഗൈസ്. 2 മിനിറ്റായി തോന്നുന്നു. കാരണം നമുക്ക് വേറെ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ മുറിക്കകത്തൊക്കെ വല്ലതും കാണും. ഓക്കെ ബൈ. എൻ്റെ പൊന്നുമോനെ ലാഗടിക്കാതറാ. അയ്യോ ലാഗടിക്കല്. സോ ഗൈസ് അമ്മച്ചി ഒന്ന് വരുവാണെങ്കിൽ, അമ്മച്ചി വരുക. അമ്മച്ചി വേറെ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. തപ്പാനായിട്ടുള്ള സാധനങ്ങൾ സ്ഥലമെല്ലാം കഴിഞ്ഞു കേട്ടോ.
അയ്യോ എവിടെയൊക്കെയാണോ കൊണ്ടൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഹെലികോപ്റ്റർ കീയും കൂടെ ഇനി വേണം. ആ മേളിൽ മറ്റേ ചെയിൻ കട്ട് ചെയ്യേണ്ട ഒരു പെട്ടിയില്ലേ? ആ പെട്ടിയാ. നമുക്കിനി അതും കൂടെ ഒന്ന് പോയി തുറന്ന് നോക്കണം ഗീസ്. നമുക്ക് ചെയിൻ കട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗീസ്. അതാ ഞാൻ കണ്ടേ. ആ അമ്മച്ചി ഗ്രാനി അമ്മച്ചിയൊക്കെ അങ്ങ് കാട്ടില്. ഇപ്പം നമ്മളിവിടെ ഭരിക്കും. അനിയമ്മച്ചൊക്കെ അപ്പുറത്ത് തോട്ടിൽ പോയിരുന്നോട്ടെ. പൊന്നു തള്ളി മാറി എനിക്ക് മണ്ടേ കയറിക്കോ. ഓട്ടെ പൊന്നടാ ഒന്ന് പെട്ടെന്ന്. ഓക്കെ കണ്ണെടുക്കുക. എൻ്റെ പൊന്നെ ലാഗേ അപ്പോൾ അങ്ങോട്ട് കയറി. പ്രത്യേകിച്ച് പറയണമല്ലോ, അവിടെ കൊണ്ടില്ലാണ് ഈ പണി. ഓക്കെ കട്ടിംഗ് പ്ലെയറാണ് വേണ്ടത്. സോ കട്ടിംഗ് പ്ലെയർ അങ്ങ് എടുക്കാം. ഇനി ഹെലികോപ്റ്ററിൻ്റെ താക്കോൽ കിട്ടിയില്ലല്ലോ. ഇവനെ ഇവൻ്റെ മൂന്നോട്. ഓക്കെ ഹെലികോപ്റ്ററിൻ്റെ സെറ്റ് വെച്ചാൽ ഡെക്ക് ഡേപ്പും കൂടെ വേണം. ഡെക്ക് ഡേപ്പ് ഏത് മൂട്ടിലാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ അകത്തൊക്കെ വല്ലതും ഉണ്ടായിരുന്നു, പറയാൻ പറ്റത്തില്ല അച്ഛനെ. അമ്മച്ചി എഴുന്നേറ്റോ? എഴുന്നേറ്റില്ലായിരിക്കും. പോവാം ഗൈസ്, ഓടിപ്പോവാം. അമ്മച്ചി എങ്ങാനും വന്നാൽ ചത്ത്. ഇതുവരെ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. വരുമോന്ന് എനിക്കറിയത്തില്ല. ഒരു സെക്കൻഡിൽ നോക്കിയിട്ട് വരാം. എനിക്കറിഞ്ഞൂടാ ഡോറൊക്കെ അടച്ചിട്ടോ ഗൈസ്. ഏത് ഡോറെ തുറന്ന് ചാടി വരുന്നത്? ഇവിടെ ഇട്ട് അമ്മച്ചി അങ്ങ് പൂച്ചയേക്കാം ഗൈസ്. നമുക്ക് സേഫ് കീ കിട്ടിയായിരുന്നല്ലോ അല്ലേ? ഇപ്പോഴാണ് ഗൈസ് ഞാനത് ഓർത്തേ. നമുക്കാണെങ്കിൽ സേഫ് കീ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എളുപ്പം കാണുമായിരിക്കും. ഞാനത് മറന്നേ അങ്ങ് പോയി. എന്നാ ചെയ്യാനാണ്? അപ്പോൾ ഞാൻ കാര്യം മറന്നു. അമ്മച്ചി അങ്ങ് പോരട്ടെ. അപ്പോൾ ശരി, ഓക്കെ സെറ്റ്. എൻ്റെ പൊന്നമ്മച്ചി അങ്ങോട്ട് മാറിയിരി. അമ്മച്ചീനെയൊക്കെ കൊണ്ട് ഒടുക്കത്തെ ശല്യമായില്ലേ. ഈ ഗവണ്ണൊക്കെ അങ്ങോട്ട് മാറി. എൻ്റെ പൊന്നെ ഇതിൻ്റെ സാധനമായി. നമുക്കിനി അടുത്തതായി സേഫ് അങ്ങോട്ട് പോരട്ടെ. സേഫ് വെച്ചാനേ സേഫ് അങ്ങ് തുറക്ക. എൻ്റെ പൊന്നു മോനെ. പിന്നെ ഇത് എനിക്ക് നന്നായി. അച്ഛൻ ഇതൊക്കെ ഒന്ന് നേരത്തെ ഒന്ന് പറയണ്ട മച്ചാനെ. ഈ മച്ചാനെ കൊണ്ട് തോറ്റില്ലോടെ. ഫ്രഞ്ചൊക്കെ എടുത്ത് തുറന്ന് ഇനിയിപ്പോൾ ഡെഡ് ടൈപ്പ് എവിടെയാണോ? ഡെഡ് ടൈപ്പ് തപ്പണം. പിന്നെ ഗണ്ണ് അതുണ്ട്. ഗണ്ണൊക്കെ നമുക്ക് കിട്ടി. പവറാ എൻ്റെ അപ്പൂട്ടാ. പൂട്ടൻ പവർ. ക്രോബാർ കിട്ടി. ഉണ്ടമ്പൂരി ക്രോബാർ കിട്ടി. ഈ അമ്മച്ചിയൊന്നും എനിക്കിനി പൂശണം. ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല.
ഇവിടെ ഇട്ടാൽ പക്ഷെ സോ അമ്മച്ചി ഇനിയാണ് അമ്മച്ചി വരാനായിട്ട് ഇങ്ങനെ കട്ട വെയിറ്റിംഗ് അടിച്ച് നിൽക്കുന്നു. കട്ട വെയിറ്റിംഗ്. ഏത് വഴി വന്നാലും പൂശും, അത് 100% ഉറപ്പാണ്. പക്ഷെ ഒരു വഴി വാ പെട്ടെന്ന്. എൻ്റെ പൊന്നമ്മച്ചി ഒന്ന് പെട്ടെന്ന് വരും, വന്നിട്ട് വേണം ഒന്ന് പൂശാനായിട്ട്. പൂശ നമ്മൾ ചിക്കൻ കറിയാക്കി ഗ്രാനി ഫ്രൈ ആക്കി അങ്ങ് അടിക്കും. അത്രേ ഉള്ളൂ. സോ ഗൈസ് കുറച്ച് നേരത്തേന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു, കാരണം ഫോൺ ലാഗടിയാണ്. രക്ഷയില്ല, നല്ല രീതിക്ക് ഫോൺ ലാഗടിക്കും. അമ്മച്ചി എത്തിയ അയ്യോ വെടിയുടെ സ്വിച്ച് ഞാൻ ഞെക്കിയില്ലടാ. ഞാൻ വെടി വെച്ചില്ലടാ. എന്ന പരിപാടിയാടാ എൻ്റെ പൊന്നറിയാ. എല്ലാം ഒപ്പിച്ച് വന്നായിരുന്നടാ, വീട്ടിൽ വെക്കാൻ പറ്റിയില്ല. എന്നെ ഓരോ ഇയർ ഗണ്ണ് വാ അമ്മച്ചി. എൻ്റെ പൊന്നെ ദൈവമേ, ഇത്തവണയിലും ഒന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടൊന്ന് വർക്കായാൽ മതിയായിരുന്നു. എൻ്റെ പൊന്നെ എന്നെ അമ്മച്ചി ഇവിടെ തന്നെ ഷൂട്ട്. ഓക്കെ മച്ചാനെ, ഷോക്കടിച്ച് അവിടെ കിടക്ക്. ആഹാ അയ്യോ കൊള്ള ഗ്രാനി. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നപ്പോഴത്തേനും ഗ്രാനി അങ്ങ് നമ്മളെ അട്ടിച്ചങ്ങ് ഉറക്കി കളഞ്ഞു. അല്ല പിന്നെ നമ്മളോടല്ലേ കളി, എൻ്റെ പൊന്നെ നമ്മളോടല്ലേ കളിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചാടാൻ പറ്റും. ഷോട്ട് അതിൻ്റെ അകത്ത്. എടാ ഡക്ക് ടൈപ്പിന് വേണ്ടി ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവനെയൊക്കെ കൊണ്ട് ഇനിയും കിടന്ന് ഓടണമല്ലോടെ. ഓടി ഇവൻ്റെ കാലൊടിയും കേട്ടോ. എൻ്റെ പൊന്നെ എന്നെങ്ങാനും ഒന്ന് നടക്കൂടെ. എടാ വെപ്പങ്കയോ ഡക്ക് ടൈപ്പ് എന്തിയാടാ ഈ കളിയിൽ ഡക്ക് ടൈപ്പ് ഇല്ലേ? എൻ്റെ പൊന്നടാവേ ഡക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ സാധനം എടാ ഈ കളിക്കകത്ത് ഡക്ക് ടൈപ്പ് ഇല്ലടാ. ഇവിടെയൊക്കെ തുറന്നു നോക്കാൻ നമ്മൾ മറന്നുപോയി. അതേണ്ടിരിക്കുന്നു. നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് വെറുതെ ആയടാ. ഇത് നോക്കടാ, ഡക്ക് ടൈപ്പ് ഇരിക്കുന്ന കണ്ടില്ലേ? എൻ്റെ പൊന്നു മച്ചാനെ, നമ്മൾ എന്നാ ചെയ്യാനാ? നമ്മൾ എന്നെ നോമിനാ സ്റ്റൺ ഗണ്ണൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരി. നോമിനാ സ്റ്റൺ ഗണ്ണ് കിട്ടുമായിരുന്നു, നമ്മുടെ സ്റ്റണ്ടൊക്കെ ഒന്ന് കാണിക്കായിരുന്നു. എടാ സ്റ്റൺ ഗണ്ണെന്തി? ഇത് തന്നെ അയ്യോ നോമിനാ ആകെ കളി കഴിക്കണോ ചേനെ. ഇനി പടവും മറ്റേതും മറിച്ചെല്ലാം വെയിറ്റ് ചെയ്തോട്ടെ. വെച്ച നമ്മുടെ കളി ഇനി കളി ലാഗടിച്ചാലും ഒരു കുഴപ്പമില്ല അച്ഛന്. ഞാൻ അമ്മച്ചിയില്ല, അമ്മച്ചി മുകളിലോട്ട് കയറി വരാനായിട്ടുള്ള കഴിവൊന്നും അമ്മച്ചിക്കില്ല. അമ്മച്ചിയുടെ എന്തോ മുട്ടിന് വേദനയാന്ന് പറഞ്ഞ് ഉണ്ടേ അമ്മച്ചീനെ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരില്ല. അമ്മച്ചിക്ക് 10 വയസ്സൊക്കെ ആയിരുന്നപ്പോൾ ഇങ്ങോട്ട് കയറി വന്നായിരുന്നു. ആ സമയം കണ്ടതാ ഇവിടെയൊക്കെ, പിന്നെ അങ്ങ് കണ്ടിട്ടേ ഇല്ല. അപ്പൂപ്പന് അത് തന്നെ കേട്ടോ അവസ്ഥ. അപ്പൂപ്പന് ഇല്ലാത്തതുകൊണ്ട് അപ്പൂപ്പൻ്റെ കാര്യം ഞാൻ പറയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതങ്ങ് തുറക്കുക, ഇതങ്ങോട്ട് വെട്ടി അങ്ങ് വെക്കുക. അച്ഛനെ നമ്മൾ പൊളിയല്ലേ, അച്ഛനെ അതൊക്കെ പൊളിയല്ലേ, നമ്മള് പൊളിയല്ലേ. അതൊക്കെ അത്ര ഉണ്ട്. ആ ഗ്ലാസും ഫ്യൂസും ഒക്കെ എടുത്തോണ്ട് വരണം. തുറക്കുക, പോവുക. ചേട്ടാ ഇതുകൊണ്ട് വെച്ചാണെ പെട്ടി. ഇത് മറ്റേ സാധനം ഹാൻഡ് ഗ്രനേഡ്. അയ്യോ ലാഗ്, അച്ഛനെ ലാഗ്.
ഓക്കെ 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 അത് അയ്യോ നോക്കി തുറക്കണം എന്നിട്ടാണ് ഹെലികോപ്റ്റർ വെക്കാൻ ഞാൻ തുറക്കുന്നുണ്ട് ഹെലികോപ്റ്റർ അയ്യോ പൊന്നു മോനെ ഒട്ടിക്കുക ഒട്ടി അയ്യോ എൻ്റെ പൊന്നെ 20 മിനിറ്റായി വീഡിയോ തുടങ്ങിയിട്ട് 20 മിനിറ്റ് കൊണ്ടായാലും കളി നമ്മൾ കേട്ടു എത്ര മിനിറ്റ് കൊണ്ടായാലും കളി നമ്മൾ ഷട്ടപ്പെടാന്ന് പറഞ്ഞു കേട്ടു ഇനിയിപ്പോൾ പെട്രോള് ഒന്ന് ഒഴിക്കണം എൻ്റെ പൊന്നടാവേ പെട്ടെന്ന് ഒഴിക്കുമായിരുന്നു കഴിഞ്ഞു ഓടാതെ ഹെലികോപ്റ്ററിൻ്റെ താക്കോലും കൊടുത്തുണ്ടായിരുന്നു പെട്ടെന്ന് ചനി കിട്ടി വെച്ചാണെ സാധനം കിട്ടി കളിയൊക്കെ കഴിഞ്ഞ കളിയൊക്കെ ഇത്ര ഉള്ളു കളിയൊക്കെ അതൊക്കെ അത്ര ഉള്ളു അത്ര ഉള്ളു ചനെ കളി നമ്മൾ തീർത്തിട്ടുണ്ട് കുഴപ്പമില്ല പറപ്പിച്ചാൽ മതിയായിരുന്നു മാനുവലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ എടുത്തിട്ടുണ്ട് ചനെ കളി ഇങ്ങനെ നമ്മൾ തീർത്തിട്ടിട്ടുണ്ട് അത്ര ഉള്ളു പൊങ്ങട്ടെ അതാ പൊങ്ങട്ടെ ആട്ടാ അമ്മച്ചി നിൽക്കുന്നുണ്ടോ പൊറോട്ടൊക്കെ നോക്കുന്നുണ്ട് ബൈ ശരി എന്നാ അതെ സോ ഗൈസ് നമ്മുടെ ഈ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ് മറക്കല്ല് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും അതും മുഖ്യമാണ് ഗൈസ്